മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അബുദാബിയിൽ ഭാരതം അവഹേളിക്കപ്പെട്ടപ്പോൾ ആ പ്രസംഗമെല്ലാം കേട്ട് തങ്ങളുടെ ഡൈനിങ് ടേബിളിൽ തിന്നാനുള്ളത് വരുന്നത് എന്തൊക്കെയാണെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന ഓഡിയൻസ്, അതിനെക്കുറിച്ച് ഇന്നലെയും മിനിങ്ങാന്നും ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്ന ചെറിയൊരു സംഭവം. അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ അവരുടെ ഓഡിറ്റോറിയത്തിൽ ഹൈന്ദവ ചിന്താധാരകളുള്ള കുറേ വ്യക്തികൾ ചേർന്ന് എൻ്റെ പ്രഭാഷണം സംഘടിപ്പിച്ചു. പഞ്ചാബിലെ ഒരു ഡോക്ടറായിരുന്നു കോർഡിനേറ്റർ എന്ന് തോന്നുന്നു. ഒരു ഡോക്ടറാണ്, പഞ്ചാബിയാണോ ഹരിയാനക്കാരിയാണോ എന്ന് അറിഞ്ഞൂടാ, മലയാളിയല്ല. വലിയ പബ്ലിസിറ്റി കൊടുത്തിരുന്നു. ഗംഭീരമായിട്ട് ചായ സ്നാക്സ് സ്പോൺസർ ചെയ്യാനും ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ ക്ലാസ് തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ ഈ ഡോക്ടറോട്, അത് സംഘടിപ്പിച്ച വ്യക്തികളോടും പറഞ്ഞു, ആർക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം, അത് അവരെ എഴുതി തരണം, മൈക്ക് അങ്ങോട്ട് കൊടുക്കണ്ട. മൈക്ക് കൊടുത്താൽ ഒരു വ്യക്തി വിചാരിച്ചാലും ഈ പ്രോഗ്രാമിനെ കോളമാക്കാൻ സാധിക്കും. ആ ലേഡി ഡോക്ടർ പറഞ്ഞു, ഇത് അമേരിക്കയാണ്, ഇത് ഇന്ത്യയൊന്നുമല്ല, ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അത് കാരണം മൈക്ക് കൊടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പ്രോഗ്രാം ഒന്നും താറുമാറാവില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. വളരെ അരോഗ്യൻ്റായിട്ടാണ് ആ സ്ത്രീ പറഞ്ഞത്. എങ്ങനെയാണാവോ ആ സ്ത്രീയുടെ കയ്യിൽ എൻ്റെ പ്രോഗ്രാമിൻ്റെ ചീഫ് കോർഡിനേറ്റർഷിപ്പ് വന്നത് എനിക്ക് അറിഞ്ഞുകൂടാ, ഡോക്ടർ ആയതുകൊണ്ടായിരിക്കാം. ഏതായാലും നല്ല രീതിയിൽ ഞാൻ ക്ലാസ് എടുത്തു. ഏതാണ്ട് 1.25 മണിക്കൂർ എല്ലാവർക്കും മനസ്സിലാവുന്ന വിധത്തിലായിരുന്നു ക്ലാസ്. പിന്നെ ലാസ്റ്റിൽ പറഞ്ഞു, നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കേണ്ടതും മതപരിവർത്തനം തടയേണ്ടതും, ലോകമെമ്പാടും മതപരിവർത്തനം നടക്കുന്നുണ്ട്, ഹിന്ദുക്കളെയാണ് ടാർഗറ്റ്, മുസ്ലിങ്ങളെ മതപരിവർത്തനം നടത്താറില്ല, മറ്റൊരു മതക്കാരെയും നടത്താൻ അനുവദിക്കാറില്ല, ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തുന്നു. അതുകൊണ്ട് നമ്മളുടെ ധർമ്മത്തെ പഠിച്ചാൽ മാത്രം പോരാ, പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രചരിപ്പിക്കുകയും കൂടി വേണം, പ്രതികരിക്കുകയും കൂടി വേണം, അതിനുവേണ്ടി പ്രവർത്തിക്കുകയും കൂടി വേണം എന്ന് പറഞ്ഞ് നല്ല ഭംഗിയായിട്ട് ക്ലാസ്സുകൾ, നല്ല കയ്യടി ഉണ്ടായിരുന്നു. 1-2 പേര് ചോദ്യം ചോദിച്ചു. മൂന്നാമത് മൈക്ക് ചെന്ന് പെട്ടത് എബ്രഹാം എന്ന് പറയുന്ന ഒരു മലയാളി പയ്യന്റെ കയ്യിലേക്കാണ്. എബ്രഹാം എന്ന് പറയുന്ന മലയാളി പയ്യൻ ഈ ക്ലാസിൻ്റെയും അവിടെ ഇരുന്നവരുടെയും അസാധാരണമായിട്ടുള്ള ശ്രദ്ധയും മറ്റും കണ്ട് വെറുപിടിച്ച പയ്യനാണെന്ന് തോന്നുന്നു. അയാൾ പറഞ്ഞു, മതപരിവർത്തനത്തെക്കുറിച്ച് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മുഴുവനും തെറ്റാണ്. പിന്നെ അയാളൊരു 2.5-3 മിനിറ്റ് അസാമാന്യമാം വിധത്തിൽ ഹിന്ദു ധർമ്മത്തെ അവഹേളിച്ചു, പ്രഭാഷണത്തെ അവഹേളിച്ചു, മതപരിവർത്തനം നടക്കുന്നു എന്ന് പറയുന്നതിനെ അവഹേളിച്ചു. അയാളുടെ കയ്യിൽ നിന്ന് മൈക്ക് തിരിച്ചു വാങ്ങിക്കാൻ ശ്രമിച്ചു എങ്കിലും അയാൾ തന്നില്ല. ഇതിന് ഉത്തരം പറയാൻ അവസരവും നൽകിയില്ല. ഇയാളുടെ ഒച്ചയും ഇയാളുടെ ശബ്ദവും എല്ലാം കേട്ട് കുറേ പേര് എഴുന്നേറ്റ് പോയി. ഏതാണ്ട് ഒരു 3 മിനിറ്റ് ഇയാള് മൈക്ക് മറ്റൊരാൾക്ക് കൊടുക്കാതെ അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാനതിന് മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുറേ ആൾക്കാർ ഓരോന്ന് കമന്റ് പറഞ്ഞ് പതുക്കെ ചായ നേരത്തെ തന്നെ കുടിച്ചു കഴിഞ്ഞിരുന്നു, അവരെല്ലാം എഴുന്നേറ്റ് പോയി. ഒരു വ്യക്തി വിചാരിച്ചിട്ട് അത്രയും ഉജ്ജ്വലമായ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ആ പരിപാടിയെ തകർത്ത് തരിപ്പണമാക്കാൻ എബ്രഹാമിന് സാധിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കാം. ഡൽഹിയിൽ നടന്ന ഗ്ലോബൽ ലീഡർഷിപ്പ് ഫോമില് 2 അച്ഛന്മാരാണ് അതിനെ മുഴുവനും കവർ ചെയ്തത്. അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പരിപാടിയാണ്. അവർക്കൊരു അവാർഡുണ്ട്, ഗ്ലോബൽ ലീഡർഷിപ്പിൽ അഗ്രികൾച്ചർ കാര്യത്തിൽ ഒരു അവാർഡുണ്ട്. പക്ഷേ സ്റ്റേജിൽ അവർ കയറിയുന്ന ഒരു മൈക്ക് ഉപയോഗിച്ചു, അവരതിനകത്ത് ഒരു ഭയങ്കര നാടകം അഭിനയിച്ചു. ഈ ചാവറയച്ഛൻ്റെ ഫോട്ടോ ഒക്കെ വിതരണം ചെയ്തു. എവിടെയെല്ലാം ഹൈന്ദവ ഭാരതീയമായ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുന്നുണ്ടോ അവിടെയെല്ലാം എബ്രഹാമിനെ പോലെയുള്ളവർ കയറി അതിനങ്ങോട്ട് തകർക്കാൻ ശ്രമിക്കുക. ഒരാൾ വിചാരിച്ചാലും എത്ര വലിയ നല്ല കാര്യങ്ങളെയും തകർക്കാൻ സാധിക്കും. ഉറക്ക പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും അവസാനം സംസാരിച്ചാൽ മൊത്തം കൊളാക്കാൻ സാധിക്കും. ഇതൊരു നെഗറ്റീവ് അനുഭവമാണ് എനിക്കുണ്ടായത്.
എനിക്ക് വളരെ വേദനയോടുകൂടിയാണ് ഞാനതൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നത്. ഇയാൾ കുറച്ചു നേരം സംസാരിക്കാൻ തുടങ്ങിയതോടുകൂടി ആ ഡോക്ടർ മുങ്ങുകയും ചെയ്തു. പിന്നെ ആ ഡോക്ടറെ അവിടെ ഒന്നും കണ്ടിട്ടില്ല. ഇത് സംഘടിപ്പിച്ച വ്യക്തികളാണെങ്കിൽ ഇതൊന്നും സാരമില്ല എന്നുള്ള രീതിയിൽ അവരുടെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്ന മറ്റ് കോർഡിനേറ്റേഴ്സിൻ്റെ. ഞാൻ വേദനയോടുകൂടി ഇറങ്ങി വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, മൈക്ക് ഒരാളുടെ കയ്യിൽ കൊടുക്കല്ലേ, ഏത് നന്മയെയും ഇല്ലാതെയാക്കാൻ അവർക്ക് സാധിക്കും എന്ന്. ഇത് നെഗറ്റീവായിട്ട് എനിക്കുണ്ടായ അനുഭവം. ഇങ്ങനെ ഒരു വ്യക്തിയെങ്കിലും ഈ നെഗറ്റീവിൻ്റെ ഓപ്പോസിറ്റ് ഈ അഹമ്മദിൻ്റെ പുസ്തകം റിലീസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യക്കെതിരെ സംഭവങ്ങൾ അബുദാബിയിലെ ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോൾ ഇന്ത്യൻ കൗൺസിൽ ജനറൽ ഇറങ്ങിപ്പോയതിൻ്റെ കൂട്ടത്തിൽ ഒരു 5-6 ഹിന്ദുക്കൾക്കെങ്കിലും 5-6 വ്യക്തികൾക്കെങ്കിലും 5-6 ഭാരതീയർക്ക്, അത് ഹിന്ദുക്കളെന്ന് വേണമെന്നില്ല, ആരായാലും ഇറങ്ങിപ്പോകാമായിരുന്നു. ഒരാൾക്കെങ്കിലും മൈക്ക് ഉപയോഗിച്ച് പ്രതിഷേധം അറിയിക്കാമായിരുന്നു. ഇത് രാഷ്ട്രത്തിൻ്റെ കാര്യം, അതും രാഷ്ട്രത്തിൻ്റെ കാര്യം. ആ രാഷ്ട്രത്തിൻ്റെ കാര്യത്തെ എതിർക്കാനായിട്ട് അയാൾക്ക് ഒറ്റയ്ക്ക് സാധിച്ചു. രാഷ്ട്രത്തിൻ്റെ കാര്യത്തെ സംരക്ഷിക്കാനായിട്ട് ഇവിടെ ഒരുവനും മുമ്പോട്ട് വന്നില്ല. പെട്ടെന്ന് ഇവിടുത്തെ കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ അയോവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഗംഭീരമായിട്ടുള്ള ആ പ്രഭാഷണത്തെ തകർത്തവനെ കുറിച്ച് ഓർക്കുകയായിരുന്നു. പ്രണാമം, നമസ്കാരം.